നിരന്തര പോരാട്ടം നടത്തി വീരമൃത്യു വരിച്ച കുഞ്ഞാലിമരക്കാരുടെ വീരഗാഥകൾ കൊണ്ട് കോരിത്തരിച്ച രണഭൂമി മലബാർ. കുഞ്ഞാലിമരക്കാർ റിസർച്ച് ഫൗണ്ടേഷൻ കോഴിക്കോട് ഒരുക്കുന്ന കുഞ്ഞാലിമരക്കാർ 417-ാം ജന്മദിനാചരണം കുറ്റിച്ചറയിൽ നടക്കുകയാണ്. സ്വാഗത ഗാനത്തോടെ ആരംഭിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഗായിക താരം MA ഗഫൂർ, SV ഉസ്മാൻ രചിച്ച ഒരു മരക്കാർ ഗീതം. അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ നാം ആരംഭിക്കുന്നു ഈ സ്വാഗത ഗാനത്തോടു കൂടി. നീലക്കടലിൽ തിരയടിയാലെന്നും ഉൾപ്പുളകത്തിൽ അലയടിയെത്തിണ നാടിത് മലബാറാണല്ലോ. നിന്നിടമെല്ലാം ഭാരതമിൽ ഒരു തീരവുമില്ലല്ലോ. വീരസുതൻ കുഞ്ഞാലിമരക്കാരാണല്ലോ. നീലക്കടലിൽ തിരയടിയാലെന്നും ഉൾപ്പുളകത്തിൽ അലയടിയെത്തിണ നാടിത് മലബാറാണല്ലോ. നിന്നിടമെല്ലാം ഭാരതമിൽ ഒരു തീരവുമില്ലല്ലോ. വീരസുതൻ കുഞ്ഞാലിമരക്കാരാണല്ലോ. അക്രമികൾ വന്നാടിയ ചരിതത്താളുകളോടി മറയുന്നു. ആണ്ടുകളിൽ നൂറ്റാണ്ടുകളിൽ നിൻ വീരചരിത്രം ഉറങ്ങുന്നു. അലകടലിൽ ചെഞ്ചോര ചൊരിഞ്ഞ് പല പല നാടുകൾ ഉണരുന്നു. ആഞ്ഞടി കൊണ്ട വിദേശികളെന്നും ഇന്നും നിന്നെ ഭയക്കുന്നു. പടവാളത്തല കൊയ്തി വരുത്തല്ലോ. പറങ്കികൾ പീരങ്കിപ്പട തന്നെ തുറന്നല്ലോ. തീയുണ്ടകൾ ചീറി വന്നിടി മുഴക്കം. ചോരയാൽ നാട് നടുക്കം. കരയിൽ പൊടിമറ, കടലിൽ പുകമറ. നീലക്കടലിൽ തിരയടിയാലെന്നും ഉൾപ്പുളകത്തിൽ അലയടിയെത്തിണ നാടിത് മലബാറാണല്ലോ. നിന്നിടമെല്ലാം ഭാരതമിൽ ഒരു തീരവുമില്ലല്ലോ. വീരസുതൻ കുഞ്ഞാലിമരക്കാരാണല്ലോ. കോട്ടപരുത്ത തറക്കൊരു മുത്തം ചാർത്തി കോട്ടക്കൽ പുഴ കേട്ടൊരു ബാങ്ക് ഷഹീദുടെ പള്ളിയിൽ നിന്നേ കൊച്ചലകൾ പുതുപ്പിച്ച ഇളക്കി പായും നദിയുടെ മാറിൽ പച്ചപ്പീലികൾ ചൂടിയ പെണ്ണുകളാടുന്നേ. കോട്ടപടുത്ത തറക്കൊരു മുത്തം ചാർത്തി കോട്ടക്കൽ പുഴ കേട്ടൊരു ബാങ്ക് ഷഹീദുടെ പള്ളിയിൽ നിന്നേ കൊച്ചലകൾ പുതുപ്പിച്ച ഇളക്കി പായും നദിയുടെ മാറിൽ പച്ചപ്പീലികൾ ചൂടിയ പെണ്ണുകളാടുന്നേ. കൊട്ടാരം അത് കണ്ടാലോ
കുഞ്ഞാലിമരക്കാരെന്ന ധീരപോരാളിയുടെ സ്മരണയിൽ നാം ഒരുമിച്ച് കൂടി. ഇതാ ഈ ചടങ്ങിന് സ്വാഗത ഭാഷണത്തിനായി എനിക്ക് അബൂബക്കർ മാസ്റ്റർ. മലബാർ മാപ്പിളകല അക്കാദമി ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. കേരള മാപ്പിളകല വേദിയിലെ കോഴിക്കോട് ജനറൽ സെക്രട്ടറി കൂടിയായ എനിക്ക് അബൂബക്കർ മാസ്റ്റർ കുഞ്ഞാലിമരക്കാർ റിസർച്ച് ഫൗണ്ടേഷന്റെ സെക്രട്ടറി കൂടിയാണ്. സ്വാഗത ഭാഷണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് അവരർഹിക്കുന്ന വിധത്തിലുള്ള അഭിവാദ്യം. ആദരണീയനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറിയും പ്രമുഖ പാർലമെന്റേറിയനും ലോക്സഭാ അംഗവുമായ പ്രിയങ്കരനായ ബഷീർ ക, ഈ സദസ്സിൽ സന്നിഹിതനായ ഡോക്ടർ PP അബ്ദുൾ റസാഖ്, ചരിത്ര വിഭാഗം മേധാവി PSMO കോളേജ് തിരുരങ്ങാടി, ഇവിടെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എത്തിച്ചേരുന്ന ഡോക്ടർ MK മുനീർ MLA അവർകൾ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കമാൽ വരദൂർ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സദസ്സിൽ സന്നിഹിതരായ, വേദിയിൽ സന്നിഹിതനായ പ്രിയപ്പെട്ട മോയിട്ടിക്ക, ഇവിടുത്തെ മുൻ കൗൺസിലറായ KP അബ്ദുള്ള കോയ, നമ്മളിവിടെ ആദരിക്കുന്ന, ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന പാട്ടുകളിൽ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് പാടുന്നത് ബഹുമാന്യനായ എരഞ്ഞോളി മൂസക്ക, പ്രഗത്ഭനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി NC അബൂബക്കർ സാഹിബ്, കുഞ്ഞാലിമരക്കാർ റിസർച്ച് ഫൗണ്ടേഷൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് എവറസ്റ്റ് ഹനീഫ, വേദിയിലും സദസ്സിലും സന്നിഹിതരായ പ്രിയങ്കരായ നാട്ടുകാരെ, സഹോദരന്മാരെ, പരിസരത്തുള്ള സഹോദരിമാരെ, കുട്ടികൾ, കുഞ്ഞാലിമരക്കാർ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇന്ന് നടത്തപ്പെടുന്നത് കുഞ്ഞാലിമരക്കാരുടെ 417 ജന്മദിന ആചരണവും അതോടനുബന്ധിച്ചുള്ള ഒരു എരഞ്ഞോളി നൈറ്റുമാണ്. വിദേശ ആധിപത്യത്തിനെതിരിൽ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരുമൊക്കെ നമ്മുടെ രാജ്യത്ത് വന്ന്, അവർ കച്ചവടത്തിന് ഇവിടെ വന്ന് നമ്മളുമായി സൗഹൃദ ബന്ധം പുലർത്തി നമ്മെ വഞ്ചിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഭരണം പിടിച്ചടക്കുവാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെതിരിൽ ശക്തമായ പോരാട്ടം നടത്തിയ ഒരുപാട് ചരിത്രകാരന്മാർ, ചരിത്രത്തിൽ മറഞ്ഞുപോയ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പോർച്ചുഗീസുകാർ ഇവിടെ കോഴിക്കോട്ട് വന്നപ്പോൾ അവർക്കെതിരിൽ നാവിക യുദ്ധം നടത്തി അതിന് നേതൃത്വം കൊടുത്ത കുഞ്ഞാലിമാരുടെ ഒരു കുടുംബം തന്നെ മലബാറിലുണ്ട്. കുഞ്ഞാലി ഒന്നാമൻ, കുഞ്ഞാലി രണ്ടാമൻ, കുഞ്ഞാലി മൂന്നാമൻ, കുഞ്ഞാലി നാലാമൻ, ഇങ്ങനെ 4 കുഞ്ഞാലിമാരാണ് അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. കുട്ടി അഹമ്മദ് അലി എന്ന കുഞ്ഞാലി ഒന്നാമൻ, കുട്ടി പോക്കരലി എന്ന കുഞ്ഞാലി രണ്ടാമൻ, പാട്ട് കുഞ്ഞാലി എന്ന കുഞ്ഞാലി മൂന്നാമൻ, മുഹമ്മദ് അലി എന്ന കുഞ്ഞാലി നാലാമൻ, ഇങ്ങനെ 4 പേരും അക്കാലത്തെ ഇവിടുത്തെ ഭരണാധിപരായിരുന്ന സാമൂതിരിമാരുടെ സേനയുടെ തലവന്മാരായി സേവനമനുഷ്ഠിച്ച ആളുകളാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് നമ്മൾ പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ അക്കാലത്ത്, അതായത് 1947 ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായപ്പോൾ അക്കാലത്തുണ്ടായിരുന്ന സമരത്തിൽ പങ്കെടുത്ത ആളുകളെയാണ് സാധാരണ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരെ 1947 നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള 200 വർഷങ്ങളിൽ ഇവിടെ
ഭരണം നടത്തിയ, നമ്മളെടുത്തുന്ന ഭരണം പിടിച്ചെടുത്ത് അത് നടത്തി അവരെ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് അവരെ പുറത്താക്കാൻ വേണ്ടി അന്ന് നടന്ന സമരമാണ് ഈ പത്രങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ എഴുതിയ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞത്. അതേമാതിരി തന്നെ നമ്മുടെ നാട്ടിൽ കച്ചവട ആവശ്യത്തിന് അതിൻ്റെയും മുമ്പ് 1500-ാം വർഷം 1502-ലോ മറ്റോ ആണ് പോർച്ചുഗീസുകാർ ഇവിടെ വന്നത്. അവര് വന്നിട്ടും നമ്മുടെ നാടിന്റെ ഭരണം, നമ്മളെ നാട് അടക്കി ഭരിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെതിരിൽ നടത്തിയ യുദ്ധങ്ങളും അവരെ പുറത്താക്കാനുള്ള യുദ്ധങ്ങൾ എന്നുള്ള പേരിൽ അത് സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. അന്ന് അതിന് നേതൃത്വം കൊടുത്ത അക്കാലത്തും ഇക്കാലത്തും ആ സമരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മുസ്ലിം സമൂഹം തന്നെയാണ്. ആ സമൂഹത്തിന്റെ അന്നത്തെ ഒരു നേതാവായിരുന്നു കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാര് 417 വർഷം അദ്ദേഹത്തിന്റെ ജന്മവാർഷികം 417-ാമത്തെ കൊല്ലമാണ് നമ്മൾ ഇന്നിവിടെ ആചരിക്കുന്നത്. ഇത് ആചരിക്കുന്നതിന് വേണ്ടി ഓരോ ചരിത്രത്തിൽ മറഞ്ഞുപോയ ഓരോ ആളുകളുടെയും ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി ഓരോ പ്രസ്ഥാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ കുഞ്ഞാലി മരക്കാരുടെ സ്മരണ നിലനിർത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ആളുകളെ ഉണർത്തുന്നതിന്, ഭരണാധിപന്മാരെ ഉണർത്തുന്നതിന്, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കുഞ്ഞാലി മരക്കാരുടെ നാട്ടുകാരനായ അദ്ദേഹത്തെ മറവ് ചെയ്ത കോട്ടക്കൽക്കാരനായ എവറസ്റ്റ് ഹനീഫ എന്ന ആളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കേരളത്തിലെ ഒരു പ്രസ്ഥാനമാണ് കുഞ്ഞാലി മരക്കാർ റിസർച്ച് ഫൗണ്ടേഷൻ. ഇതിന്റെ പേരിൽ ഒരുപാട് പരിപാടികൾ നമ്മൾ കോഴിക്കോട്ട് അങ്ങാടിയിലും മറ്റു പല സ്ഥലങ്ങളിലും വടകരയിലും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിന്റെ ഒരു വാർഷിക ആചരണം ഇവിടെ നടത്തുകയാണ്. ഇത് നടത്തുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് ഇവിടെയുള്ള സദസ്സിൽ ഞങ്ങൾക്ക് ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഈ കുഞ്ഞാലി മരക്കാർ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും അതിന്റെ നേതാവുമായിരുന്ന ചരിത്ര പുരുഷൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ചരിത്രകാരന്മാരെ പറ്റി നമ്മുടെ പാഠപുസ്തകങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ സർക്കാർ തലങ്ങളിലൊക്കെ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും കുഞ്ഞാലി മരക്കാരെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ഇവിടെ സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങളിൽ ഇതുവരെ വന്നിട്ടില്ല. കുഞ്ഞാലി മരക്കാർ റിസർച്ച് ഫൗണ്ടേഷൻ ഇവിടെ രൂപീകരിച്ചതിന് ശേഷം ഒരുപാട് തവണ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെയും നമ്മുടെ സമുദായ നേതാക്കന്മാരുടെയും ഒക്കെ ശ്രദ്ധയിൽ രേഖാമൂലവും അല്ലാതെയും യോഗങ്ങളിലും ഒക്കെ ഞങ്ങൾ ഈ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിന്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ബഹുമാനപ്പെട്ട ബഷീർ ഖാ അദ്ദേഹത്തിന് എവിടെയുള്ള എപ്പോഴുമുള്ള സ്വാധീനം ഉപയോഗിച്ച് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധ പതിയണമെന്ന് വിനയപുരസ്സരം റിസർച്ച് ഫൗണ്ടേഷന് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ ഈ കാര്യം വെക്കുകയാണ്. മറ്റൊരു കാര്യം, കുഞ്ഞാലി മരക്കാർക്ക് അർഹമായ ഒരു സ്മാരകം പണിയുക എന്നുള്ളതാണ്. ഈ സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അതുമായി ഒരു ഫയൽ ഞങ്ങൾ നീക്കുകയും അത് ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം മിനിസ്റ്റർ ആയിരുന്നു, അദ്ദേഹം മുഖേന കേന്ദ്ര ഗവൺമെന്റിലെത്തുകയും അവരിൽ നിന്ന് ഒരു സർവേക്ക് ഓർഡർ ആവുകയും ആ സർവേ നടത്തുകയും അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നെങ്കിലും അതിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും കേന്ദ്രത്തിലുള്ള ഭരണം മാറി പിന്നെ ആ ഫയൽ വെളിച്ചം കാണാതെ കിടക്കുകയാണ്. കുഞ്ഞാലി മരക്കാർക്ക് ഒരു സ്മാരകം പണിയുന്ന കാര്യത്തിലും ബന്ധപ്പെട്ടവരുടെ മുമ്പിൽ ഈ കാര്യം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബഷീർ സാഹിബിനെ ഞങ്ങൾ ഈ കാര്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കുഞ്ഞാലി മരക്കാരുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി വേറെ പല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. 1967 കുഞ്ഞാലി മരക്കാരൻ എന്ന പേരിൽ ഒരു സിനിമ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പ്രേം നസീർ അതുപോലെ സുകുമാരി പോലെയുള്ള നടന്മാരും നടികളും ഒക്കെ അഭിനയിച്ച ഒരു സിനിമ 1967 ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2016 ട്രെയിലർ കുഞ്ഞാലി മരക്കാർ ട്രെയിലർ എന്ന ഒരു പരസ്യത്തിന്റെ ഭാഗം ഇപ്പൊ TV-യിലൊക്കെ വരുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നാണ്. മമ്മൂട്ടി ഒക്കെയാണ് അതിൽ അഭിനയിക്കുന്നത്. അതിന്റെ പരസ്യ ഭാഗങ്ങൾ TV-കളിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2000 ആണ്ടിൽ 400-ാം ജന്മവാർഷികത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കുഞ്ഞാലി മരക്കാരുടെ പേരിൽ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ അന്ന് വിസ്മൃതിയിലാണ്ട് പോവുകയാണ്. ഒരു സ്മാരകം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ കുണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം പോലെ അതുപോലെയുള്ള ഒരു സ്മാരകം ഈ അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു കാര്യമായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ടവരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇപ്പോൾ സാന്ദർഭികമായി പെടുത്തുകയാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ സ്മാരക കുഞ്ഞാലി മരക്കാർ റിസർച്ച് ഫൗണ്ടേഷൻ ഇന്ന് ഇവിടെ നടത്തുന്ന 417-ാം ജന്മദിനാചരണം അതിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട E.T. മുഹമ്മദ് ബഷീർ സാഹിബ് MP അവർകളാണ്. അദ്ദേഹത്തെ തന്നെ ഈ പരിപാടിക്ക് നമുക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ചരിത്രവുമായി ബന്ധപ്പെട്ട്
എങ്ങനെയും കാര്യങ്ങൾ പറയാനും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ബഹുമാന്യ അദ്ദേഹം എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ഈ ഫൗണ്ടേഷന്റെ ആദരണീയനായ പ്രസിഡന്റ് എവറസ്റ്റ് ഹനീഫ അവർകളാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഈ ഡോക്ടർ MK മുനീർ സാഹിബ് MLA അവർകളാണ്. അദ്ദേഹം ജില്ലാ യുവജനോത്സവത്തിന്റെ സമാപനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് വൈകുന്നേരം ഉള്ളത്. മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ കുഞ്ഞാലിമരക്കാർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ PP അബ്ദുൾ റസാഖ് അവർകളാണ്. അദ്ദേഹം വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കമാൽ വരദൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹവും യുവജനോത്സവത്തിന്റെ ഒരു പരിപാടിയിലാണ്. ബഹുമാനപ്പെട്ട K മൊയ്തീൻ കോയക്ക, ബഹുമാനപ്പെട്ട NC അബൂബക്കർ സാഹിബ്, ബഹുമാനപ്പെട്ട KP അബ്ദുള്ള കോയ, ബഹുമാനപ്പെട്ട കാനേഷ് പൂനൂർ തുടങ്ങി ഈ വേദിയിലുള്ള മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ഈ പരിപാടിയിൽ നമ്മൾ ആദരിക്കുന്ന എരഞ്ഞോളി മൂസക്കാർ, ഞാനിപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ സർവീസ് ഉള്ളത് മൂസക്കയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരാളും കൂടി ഉണ്ടെന്നാണ്. ഏതായാലും 65 വർഷത്തോളമായി പാട്ട് രംഗത്ത്, സംഗീത രംഗത്ത് യാതൊരു വിശ്രമവും ഇല്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പൊ ബഷീർക്ക പറഞ്ഞ് മൂസക്കാനെ കണ്ടപ്പോൾ മൂസക്ക പിന്നെയും പ്രായം കുറഞ്ഞു വരികയാണെന്ന്. സംഗീതമാണ് അതിന്റെ ഒരു മരുന്ന്. ആ മരുന്ന് സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് അതിന് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു ബഹുമാന്യ വ്യക്തിത്വമാണ് എരഞ്ഞോളി മൂസക്ക. അദ്ദേഹത്തെ ഇവിടെ വെച്ച് റിസർച്ച് ഫൗണ്ടേഷന് വേണ്ടി ആദരിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ബഹുമാന ആദരവുകളോടും കൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും സംഗീത പ്രേമികളെയും എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ അവസാനത്തിൽ ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന ഈ പാട്ട് പാടുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് MA ഗഫൂർ, അഷ്റഫ് കൊടുവള്ളി എന്നീ 2 പേരാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവർ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും അതിന് വേദി ഒരുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഓർക്കസ്ട്ര പാർട്ടിയെയും ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ പദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആദരണീയനായ എവറസ്റ്റ് ഹനീഫ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. എവറസ്റ്റ് ഹനീഫ കഥകളും കവിതകളും എഴുതി സാഹിത്യരംഗത്ത് കടന്നു വന്നു. ഇപ്പോൾ കുഞ്ഞാലിമരക്കാർ റിസർച്ച് ഫൗണ്ടേഷന്റെ ധീരനായ പ്രസിഡന്റ്. 2 നോവലുകൾ അദ്ദേഹത്തിൻ്റെതായതുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് എവറസ്റ്റ് ഹനീഫയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ആദ്യമായി ഈ നാട്ടുകാരോടാണ് എനിക്ക് നന്ദി പറയേണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ വന്നൊരു പരിപാടി നടത്താൻ ആഗ്രഹിച്ചത്. അതിന് പ്രേരണ നൽകിയത് മുഹമ്മദ് അലിക്കയാണ്. ഈ ജനക്കൂട്ടരെ കാണുമ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. പിന്നെ E.T. മുഹമ്മദ് സാഹിബിനോട് എനിക്ക് വിനീതമായൊരു അപേക്ഷയുണ്ട്. ഞാൻ 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ തലമുറയിൽപ്പെട്ട 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നോട് കുട്ടികൾ ചോദിച്ചു, എന്താ അവിടെ പുതിയൊരാളെ കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് വന്നാണ്. അപ്പോൾ ആ കുട്ടികൾ ചോദിക്കുകയാണ്, ഈ കുഞ്ഞാലിമരക്കാർ ആരാണ്? രണ്ടാമത് എന്നോട് ചിരിച്ചു പോയി. അപ്പോൾ രണ്ടാമത് ഞാൻ അടുത്ത കുട്ടി ചോദിക്കുന്നത് സാമൂത് രാജാവിൻ്റെ മകനാണോ എന്നാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണോ അല്ല നമ്മുടെ സാരഥികൾ ഏറ്റെടുക്കണോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ. മീൻസ് ഞങ്ങൾ കുഞ്ഞാലിമരക്കാർ റിസർച്ച് ഫൗണ്ടേഷനോ അതോടനുബന്ധിച്ചുള്ള ആൾക്കാർ ഏറ്റെടുക്കണോ എന്നുള്ള സംശയത്തിലാണ് നിൽക്കുന്നത്. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. E.T. സാഹിബ് അവർക്ക് ഒരുപാട് തിരക്കുണ്ട്. ഉദ്ഘാടനത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. കേരള രാഷ്ട്രീയത്തിലെ ദൈക്ഷണിക സാന്നിധ്യം, ഇന്ത്യൻ പാർലമെന്റിലെ ധീരമായ ശബ്ദം E.T. മുഹമ്മദ് ബഷീർ MP. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വടങ്ങൂർ എഴുത്തുകാരനും കുഞ്ഞാലിമരക്കാർ റിസർച്ച് ഫൗണ്ടേഷൻ്റെ അധിപനുമായിട്ടുള്ള എവറസ്റ്റ് ഹനീഫ അവർകളെ,
എൻ്റെ പ്രിയ സ്നേഹിതനും സഹപ്രവർത്തകരുമായ മൊയ്റ്റി അവർകളെ, ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന നമ്മളെല്ലാം ആദരിക്കുന്ന, ഇന്നിവിടെ പ്രത്യേകമായി ആദരവ് ഏർപ്പെടുത്തിയിട്ടുള്ള പ്രസിദ്ധ ഗായകൻ ബഹുമാനപ്പെട്ട നമ്മുടെ എരഞ്ഞൊളി മൂസക്ക അവർകളെ, മറ്റ് പലരും ഇവിടെ വരാനുണ്ട്. പ്രിയമുള്ള എൻ്റെ സ്നേഹിതൻ എം എ ഗഫൂർ, അതുപോലെ ഇവിടെ സന്നിധിയായിരിക്കുന്ന സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. ആദ്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യം പറയട്ടെ, അതിനുശേഷം മറ്റ് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ മൊയ്റ്റിയായിട്ടിപ്പോൾ ഞങ്ങൾ കൂടെ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു, കുറ്റിച്ചെറുയുടെ മുഖം തന്നെ മാറിയിട്ടുണ്ട്. കുറ്റിച്ചെറുടെ പാരമ്പര്യം ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ കുളവും ഇതിനടുത്തുള്ള പള്ളികളും ഈ അന്തരീക്ഷമാകെ വന്നിട്ടുള്ള മാറ്റം എന്നെ വളരെയേറെ സന്തോഷപ്പെടുത്തി. കാരണം എന്ന് വെച്ചാൽ ഈ കുളത്തിൻ്റെ അരികിൽ ഒരുപാട് യോഗങ്ങളിൽ എല്ലാവരെയും പോലെ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു, എന്നാണ് ഇതൊന്നും ഭംഗിയാവുക, എന്താ ഇതിൻ്റെ ഒരു ഐശ്വര്യം, ഇതിൻ്റെ ഒരു സൗന്ദര്യം എങ്ങനെ വീണ്ടും കിട്ടുമെന്നൊക്കെ. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായത് ഈ രൂപത്തിൽ ഞാൻ കാണുന്നത് ഇതാദ്യമാണ്. ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ്, അപ്പോൾ പറഞ്ഞു ഇത് നമ്മുടെ മുനീർ സാഹിബ് വളരെ ഉത്സാഹിച്ച് ചെയ്തിട്ടുള്ള കാര്യമാണ്. പരസ്യമായി വേദിയിൽ ആദ്യമായി ഞാൻ അദ്ദേഹം കൊടുത്ത അദ്ദേഹത്തിൻ്റെ സൗന്ദര്യബോധത്തെയും അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെയും അദ്ദേഹത്തിൻ്റെ അധ്വാനത്തെയും മുഗ്ധകണ്ഠം പ്രശംസിക്കുവാനും നാട്ടുകാരെ അഭിനന്ദിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുറ്റിച്ചിറ എന്ന് പറയുന്നത് തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. കുഞ്ഞാലിമരക്കാരുടെ ചരിത്രമടക്കം എടുത്ത് പരിശോധിച്ചാൽ പോർത്തുഗീസുകാർ ആക്രമിച്ചിട്ടുള്ള പള്ളി നിൽക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ ചരിത്രപരമായ പശ്ചാത്തലം ഇതിനുണ്ട്. ഒരു ചരിത്രം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുമായി ചരിത്രത്തിൻ്റെ കൂടെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൽ അവർ സന്തോഷം. രണ്ടാമത് ഇവിടെ ഇപ്പോൾ കുഞ്ഞാലിമരക്കാർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പരിപാടി, ഇവിടെ രണ്ടാൾ സംസാരിച്ചു, സ്വാഗതപ്രസംഗം സംസാരിച്ചു, അധ്യക്ഷനും 2 വാക്കാണെങ്കിൽ പോലും പറഞ്ഞൊരു സംഗതി, കുഞ്ഞാലിമരക്കാരെ പുതിയ തലമുറ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളത് സത്യമാണ്. കുഞ്ഞാലിമരക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, പുതിയ തലമുറയുടെ ഒരു സംഗതി എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ പേരുകൾ അന്വേഷിച്ച് പോകുന്നതിൽ അവർക്ക് വളരെ വലിയ താല്പര്യം പലർക്കുമില്ല. കാരണം അങ്ങനത്തെ ഒരു ആഴമുള്ള പഠനമോ കാര്യങ്ങളൊന്നും ഇന്ന് നടക്കുന്നില്ല. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ കുഞ്ഞാലിമരക്കാർക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള ധീരോദത്തമായ നീക്കങ്ങൾ, അർഹമായ അംഗീകാരം ഈ നാട് നൽകിയോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി നൽകി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ താരതമ്യേന ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോരാ. കാരണം അദ്ദേഹം ആരായിരുന്നു എന്ന കാര്യം ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, എവിടെയും സംസാരം നടക്കാനുണ്ട്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ധൈര്യത്തിൻ്റെ, ആത്മാർത്ഥതയുടെ, സത്യസന്ധതയുടെ ചില സമീപനങ്ങൾക്ക് തുല്യതയില്ലെന്ന് വേണമെങ്കിൽ പറയാം. സാമൂതിരി രാജവംശവുമായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഹൃദയബന്ധവും നാവികപ്പടയുടെ സജ്ജീകരണത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള വളരെ വളരെ ശാസ്ത്രീയവും പ്രായോഗികവുമായിട്ടുള്ള സമീപനങ്ങളും തുല്യതയില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം, ആ വൈദഗ്ധ്യം കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പോർത്തുഗീസുകാർ കച്ചവടത്തിന് വന്നതായി. കച്ചവടത്തിന് വന്ന പോർത്തുഗീസുകാർ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അതിനെതിരായിട്ടുള്ള പടയോട്ടത്തിൽ അതിശക്തമായ ധീരമായ നിലപാടുകൾ സ്വീകരിച്ചു. അദ്ദേഹത്തെ അതുകൊണ്ട് അംഗീകരിച്ചു. നാം കാണേണ്ട മറ്റൊരു ചരിത്രത്തിന് മറ്റൊരു വശം, സാമൂതിരിയുമായി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ പവിത്രതയിൽ ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറയുന്നത് ആ സമുദായ സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. പോർത്തുഗീസുകാർ
ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള സംഗതി അതിൻ്റെ കരുക്കൾ നീക്കിയപ്പോൾ കുഞ്ഞാലിമരക്കാരെയും സാമൂതിരി രാജാക്കന്മാരെയും തമ്മിൽ അകറ്റുവാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോഴും ആ കെണിയിൽ പലരും വീടുപോയി. അവരെന്ത് ചെയ്തു? അവർ പലരും പോർത്തുഗീസുകാരുമായി ഒത്തുരാജിയാകാൻ സന്നദ്ധമായി. എന്നാൽ അവിടെയും വഞ്ചന കാണിക്കാനോ ഒത്തുരാജിയാകാനോ പോർത്തുഗീസുകാർക്കെതിരായി താൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ ബലി കൊടുക്കാനോ തയ്യാറായില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ശക്തനായ ഫൈറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് കാലത്തിനനുസരിച്ച് മാറ്റാനോ തനിക്ക് സൗകര്യം കിട്ടുകയാണെങ്കിൽ അത് ഒഴിവാക്കാനോ തയ്യാറാകാത്ത ഒരാദർശ ധീരത നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ പറ്റും. അത് പുതിയ തലമുറ പഠിക്കേണ്ടതാണ്. ഇവിടെ പറഞ്ഞതുപോലെ പാഠപുസ്തകങ്ങളിലാവട്ടെ, അതുപോലെ ഏതെല്ലാം മേഖലയിൽ ഇത് ചെയ്യാൻ സാധിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ചിലത് ഇവിടെ ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു മാരിടൈം ഒരു കോഴ്സ് തന്നെയുണ്ട്, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എനിക്കത് ഏത് കാലത്താണ് അത് സ്ഥാപിച്ചതെന്ന് എനിക്കറിയില്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലാണ് അത് അറിയപ്പെടുന്നത്. അതിൽ ബോംബെയിൽ തന്നെയുള്ള മാരിടൈം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരും കുഞ്ഞാലിമരക്കാരുടെ പേരിലാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അതുപോലെ ബോംബെയിലെ ഷോറിലുള്ള മറ്റൊരു റിസർച്ച് കേന്ദ്രം, സാമുദ്രിക പഠനവുമായി ബന്ധപ്പെട്ട റിസർച്ച്, രണ്ടിനും കുഞ്ഞാലിമരക്കാരുടെ പേരിട്ടിട്ടുണ്ട്. അർഹമായ ഒരു അംഗീകാരമാണ്. അദ്ദേഹത്തെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ്. അതും ഒരു സ്മരണയാണ്. നമ്മളെ കോട്ടക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൻ്റെ എല്ലാമായിട്ടുള്ള കോട്ടക്കൽ, വടകര കിഴക്കത്ത് കോട്ടക്കൽ നമുക്കൊരു സ്മാരകമുണ്ട്. അത് പോരാ. ഞാൻ തന്നെ ഈയിടെ അവിടെ വിളിച്ചിരുന്നു. ഞാനൊരിത് പറയല്ല, എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, എനിക്കറിയുന്ന ഒരാളാണ്, അത് മരിച്ചു. അയാളുടെ മോൻ വന്നിട്ട് അതിൻ്റെ മൊബൈലിൽ കുഞ്ഞാലിമരക്കാരെ പറ്റിയ ഒരു കവിതയും അവൻ തന്നെ പാടിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി അത് എല്ലാവരെയും ഒന്ന് കേൾപ്പിക്കാൻ പറ്റുന്നതല്ലോ, CD ആക്കിയാൽ എന്താണെന്ന് ചോദിച്ചതിന് അവരുടെ കേന്ദ്രത്തിൽ വിളിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവിടെ ആൾ തന്നെയും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചെറിയ ചെറിയ സ്മാരകങ്ങളുണ്ട്, എങ്കിൽ പോലും അത് പോരാ. പുതിയ തലമുറയെ അറിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രവണതയുണ്ട്. എന്താണ്? ചരിത്ര നായകന്മാരെ വികലമാക്കി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മൈസൂരിലെന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ്റെ ഈ ഒരു ജന്മദിനം അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഒഫീഷ്യലായിട്ട് അത് നടത്തുന്നുണ്ട്. കാരണം അത് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ധീരോദത്തമായ പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ അധ്യായമായിരുന്നു ടിപ്പു സുൽത്താൻ. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ദിനം അവിടെ ആചരിക്കുകയാണെങ്കിൽ അതിനെതിരായ ഒരു മൂവ്മെൻറ്റ് കർണാടകയിൽ വന്നിട്ടുണ്ട്. ഒക്കെ പേടിയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന്. മിസൈൽ ടെക്നോളജി രാജ്യത്തെ പഠിപ്പിച്ച ആളാണ് ടിപ്പു സുൽത്താൻ. സന്ധിയില്ലാത്ത സമരം ചെയ്ത, ദക്ഷിണേന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരുടെ പ്രവേശനത്തെ തടയുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച അദ്ദേഹത്തിനെ സ്മരിക്കാൻ പോലും സമ്മതിപ്പിക്കാത്ത വിധത്തിലൊരു നീക്കം ചില കേന്ദ്രങ്ങളിലുണ്ട്. ചരിത്രങ്ങളിൽ ഇതുവരെ എഴുതിയിട്ടുള്ള സത്യങ്ങൾ അതൊക്കെ തന്നെ മാറ്റിമറിച്ച് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അതിനെ തന്നെ വർഗീയവൽക്കരിക്കുന്ന സ്വഭാവത്തിലേക്ക് ഒരു നീക്കം വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചരിത്ര നായകന്മാർ, ആ ചരിത്ര നായകന്മാരെ വികലമാക്കുകയും വികലമായ ചരിത്ര പാരമ്പര്യമുള്ളവരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന വിചിത്രമായൊരു പ്രതിഭാസം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. അതിൻ്റെ ഇടയിൽ കാർമേഘങ്ങൾക്കിടയിലെ രജതരേഖ പോലെ ഇതുപോലുള്ള മഹാന്മാരെ ഓർക്കാൻ വേണ്ടി ഏർപ്പെടുത്തുന്ന നടപടികൾ ഏറ്റവും അധികം സ്വാഗതാർഹമാണ്. ഇപ്പോൾ അനീഫൻ്റെ തന്നെ ചെറിയൊരു പുസ്തകമുണ്ട്. മറ്റു പലരും അതിനെപ്പറ്റി സംസാരിക്കും. പുതിയ തലമുറയ്ക്ക് അത്ര അറിയില്ലെങ്കിലും
പഴയ തലമുറക്ക് കുറച്ചൊക്കെ ആ ഓർമ്മ നിലനിർത്താനുള്ള ചില ലക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് പോരാ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ നല്ല കാര്യങ്ങൾ ആ മേഖലയിൽ ചെയ്യാൻ സാധിക്കും. ഇന്ന് എന്നെ ഏൽപ്പിച്ച കർമ്മത്തിൽ മറ്റൊരു സംഗതി കൂടി ഉള്ളത്, മൂസക്കൊക്കെ ഒരു ആദരവ് ഇവിടെ നൽകുക എന്നുള്ളതാണ്. മൂസക്കെ ഒരു പഴയ തലമുറക്കും പുതിയ തലമുറക്കും ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ മൂസക്ക പോലും അറിയാത്തൊരു കാര്യമുണ്ട്. 1968 ഞാൻ സ്കൂൾ വിട്ട് 64 പോകുന്നതിന് ശേഷം മാവൂർ കമ്പനിയിൽ തൊഴിലെടുക്കുന്ന കാലത്ത്, അന്ന് അവിടെ STUവിൻ്റെ ഒരു മഹാസമ്മേളനം, സേഡ് സാഹിബൊക്കെ പങ്കെടുത്ത സമ്മേളനമായിരുന്നു. അപ്പോൾ എല്ലാവരും പറയും നമുക്കൊരു ഗാനമേള വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. ഇപ്പം എൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അന്ന് ഈ വെള്ളിയാഴ്ചയാണോ തിങ്കളാഴ്ചയാണെന്ന് എനിക്കറിയില്ല, ഈ റേഡിയോയിൽ മാപ്പിളപ്പാട്ടുകൾ ഉണ്ടാകാറുണ്ട്. എനിക്ക് വലിയ താല്പര്യം, ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞിമൂസ അന്ന് പേരുള്ള ഗായകനാണ് മാപ്പിളപ്പാട്ട് രംഗത്ത് വടകരയിൽ. ഞാൻ ആൾക്കാരോട് പറഞ്ഞു, കമ്മിറ്റിയിൽ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ പോയി ക്ഷണിച്ച് ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ട് അടുത്ത പരിചയമുള്ള ആളുകളെയും കൂട്ടി പോയി അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തെ ബുക്ക് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിൽ അന്ന് സഹപ്രവർത്തകനായിട്ടുണ്ടായിരുന്ന ആളാണ് എരഞ്ഞോളി മൂസക്ക. മൂസക്കൊക്കെ അന്ന് എന്നെ അറിയില്ല, എനിക്കറിയാം, പാട്ടുകൊണ്ട് അറിയാമെന്നല്ല, വേറെ പരിചയമില്ല. ഞാനിവർ രണ്ടുപേരെയും മാവൂരിലേക്ക് ക്ഷണിച്ച് വരുത്തി അവിടെ ഗാനമേള നടത്തി. STUവിന് സമ്മേളനത്തോടനുബന്ധിച്ച് ആ സമ്മേളനത്തിൻ്റെ മുഴുവനും ഒരു ആവേശം ഉയർത്തിക്കൊണ്ട്, അന്ന് നന്നേ ചെറുപ്പമായിരുന്നു അദ്ദേഹം. ഇതിനേക്കാളൊക്കെ എത്രയോ ചെറിയ അതിപ്പോൾ എത്ര കൊല്ലമായി, 10-30 വർഷത്തിന് മുമ്പാണ് അത് കാര്യം. അന്ന് തൊട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വലിയ ഒരു പിടിപാടൊന്നുമില്ല ഇതിനെ പറ്റിയിട്ട്, പക്ഷേ പാട്ട് ആസ്വദിക്കാനുള്ള ഒരു ചെറിയ കഴിവുണ്ട്. മലയാളത്തിൽ മാപ്പിളപ്പാട്ട് രംഗത്ത് ഒരുപാട് കലാകാരന്മാർ വന്നു പോയിക്കൊണ്ടേയിരുന്നു. ഈ രംഗത്ത് നമ്മളൊക്കെ കാണാൻ തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന പല ആൾക്കാരും ഇന്നില്ല. മൂസക്കനെ കണ്ടപ്പോൾ ഹെൽത്ത് കുറച്ച് കണ്ടീഷനായപ്പോൾ ഞാൻ സന്തോഷത്തോടുകൂടി പറഞ്ഞതാണ്. കാരണം ആ രംഗത്തുണ്ടായിരുന്ന പലരും ഇന്ന് രംഗത്തില്ല. KG സത്താറില്ല, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പോയി. അദ്ദേഹം ഇപ്പോഴും എന്തായി, സമീപകാലത്തും അദ്ദേഹത്തിന് ചില കാസറ്റുകൾ കേൾക്കാൻ എനിക്ക് സാധിച്ചു, റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ചില കാസറ്റുകൾ. ഞാൻ കൃത്യമായിട്ട് നോക്കിയായിരുന്നു. മൂസക്കൊക്കെ ഇപ്പോൾ ഇത്രയും പ്രായമായല്ലോ, എന്നിട്ടും സ്വരമാതിരിക്ക് പതർച്ചയുണ്ടോ എന്നൊക്കെ ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കാറുണ്ടായിരുന്നു. കാരണം ഗനഗാംഭീര്യതയുള്ള ഒരു സ്വരമാധുരിയുടെ ഉടമസ്ഥനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പതർച്ച വന്നുവോ എന്ന് ഞാൻ സൂക്ഷ്മമായി നോക്കിയിരുന്നു. എനിക്ക് തോന്നിയിട്ടില്ല മൂസക്കയുടെ ശബ്ദത്തിൽ ഒരു പതർച്ച വന്നു എന്ന് കാലം അദ്ദേഹത്തെ തളർത്തിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ആ നിലയിലുള്ളൊരു ഗായകൻ മാത്രമല്ല, ഈ രംഗത്ത് ഞാൻ കലോത്സവമായിട്ട് ഒരുപാട് 7 കൊല്ലം മന്ത്രിയായിരുന്നപ്പോഴും കലോത്സവം നടത്തിയ ആളാണ്. മാപ്പിളപ്പാട്ടിൻ്റെ സംഗതി അതിന് കുറേ ജഡ്ജിമാരെ വിളിക്കുകയൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷർട്ടിനൊരു കോമ്പിനേഷൻ ഉണ്ട്, ഈ പോളിസ്റ്ററിന്. ഈ കോട്ടണും അല്ല, പിന്നെ പോളിസ്റ്ററും അല്ലാത്ത ഷർട്ടിന് 80-20 എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 60-40. കടയിൽ ചോദിച്ചാൽ പറയും ഇത് 60-40 60 പോളിസ്റ്ററും 40 കോട്ടണും. അതേപോലെ മാപ്പിളപ്പാട്ട് രംഗത്ത് ഒരു 60-40 80-20 കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. 60 പണ്ടത്തെ മാപ്പിളപ്പാട്ടും ഒരു 40 മോഡേൺ. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു എന്തല്ല, പഴയ മാപ്പിളപ്പാട്ടുമല്ല, പുതിയ മോഡേൺ ലളിതഗാനമല്ല, ആ സ്വഭാവത്തെ. പക്ഷേ ഞാൻ വിചാരിക്കുന്നു മൂസക്ക ഇത്തരം കാര്യത്തിലൊന്നും വലിയ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഗായകനല്ല. ശരിക്കും വേണ്ടതും അത് തന്നെയാണ്. കാരണം ഈ നാടിന് അതിൻ്റെ അതിപ്പോൾ മാപ്പിളപ്പാട്ടെന്ന് കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മാപ്പിളപ്പാട്ടിൽ ലളിതമായ ഭാവങ്ങളുണ്ട്. ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ മാപ്പിളപ്പാട്ട് രംഗത്ത് ചില വ്യതിയാനങ്ങൾ വരുത്തിയ ഇവരൊക്കെയാണ്. മാപ്പിളപ്പാട്ടിൻ്റെ അർത്ഥം അതിൽ സാധാരണക്കാരന് സംഗീതത്തെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തവനും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന വിധത്തിൽ മാപ്പിളപ്പാട്ടിന് ഒരു ജനകീയ ശൈലി കൊടുത്ത തലമുറയിൽപ്പെട്ട ആളാണ് മൂസക്ക. ഞാനതിനെ ആക്ഷേപിക്കുന്ന ആളല്ല, അങ്ങനെ വേണം. അതിൻ്റെ ആസ്വാദനക്ഷമത എല്ലാവർക്കും ഒരുപോലെയല്ല. എന്നെപ്പോലുള്ള സാധാരണക്കാരനും മാപ്പിളപ്പാട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ അതുണ്ടാവണം. എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ തനിമ നിലനിർത്തണം. അതിൽ വലിയ വിട്ടുവീഴ്ച പാടില്ലെന്നും, എന്നാൽ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ മാപ്പിളപ്പാട്ടിനെ അവതരിപ്പിക്കണമെന്നുമുള്ള നിശ്ചയദാർഢ്യമുണ്ടായിരുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ആദരിക്കാൻ കൂടി ഈ കുറ്റിച്ചിറയിൽ ഈ വേദി ഒരുക്കിയതിന് പ്രത്യേകമായി ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്.
മോശക്കാരെ ഞാൻ പ്രത്യേകമായി, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെയും പ്രത്യേകമായി അഭിനന്ദിക്കുവാനും ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വളരെ നല്ല ഒരു പരിപാടിയാണ് ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടാക്കിയതിനും ഇതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ നിയോഗിച്ചതിനും പ്രത്യേകമായി നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് കേട്ടതിന് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. നന്ദി ശ്രീ E.T. മുഹമ്മദ് ബഷീർ. 6 ദശകത്തിൻ്റെ സംഗീത സമർപ്പണം. ജീവിതത്തിൻ്റെ ആരോഹണ അവരോഹണങ്ങളിലും തൻ്റെ രാഗവിസ്മയം കൊണ്ട് ജീവിതത്തെ കീഴ്പ്പെടുത്തിയ കലാകാരൻ, ഇശലുകളുടെ സുൽത്താൻ ഇവിടെ ആദരിക്കപ്പെടുന്നു കുറ്റിച്ചിറയുടെ ഈ മണ്ണിൽ. കുഞ്ഞാലിമരക്കാർ റിസർച്ച് ഫൗണ്ടേഷന്റെ ഈ പരിപാടിയിൽ ബഹുമാന്യനായ E.T. മുഹമ്മദ് ബഷീർ MP ഫൗണ്ടേഷന്റെ ആദരം എരഞ്ഞോളി മൂസ എന്ന മഹാനായ കലാകാരന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ സമർപ്പിക്കുകയാണ്. കുറ്റിച്ചിറയുടെ നിറഞ്ഞ കയ്യടി തീർച്ചയായും ഈ പരിപാടിക്കുണ്ട്. താങ്ക് യു. ആദരവിൻ്റെ ഷാൾ അദ്ദേഹത്തെ പുതുക്കുകയാണ്. ഇനി അനുസ്മരണ പ്രഭാഷണമാണ്. കുഞ്ഞാലിമരക്കാർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. മൂസക്ക 2 വാക്ക് ബഹുമാന്യനായ MP സാന്നിധ്യത്തിൽ ഈ ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുന്നു. തീർച്ചയായും മൂസക്കയുടെ സാന്നിധ്യം ഈ പരിപാടിയിലുടനീളമുണ്ട്. എങ്കിലും ഈ ചടങ്ങിൽ പ്രിയപ്പെട്ട സംഗീത ആസ്വാദകരെ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാനൊരു 65 വർഷമായി പാടി നടക്കുന്ന ഒരു എളിയ പാട്ടുകാരനാണ്. അതും മാപ്പിളപ്പാട്ട് പാടി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ പാടാനല്ലാതെ പ്രസംഗിക്കുന്ന കാര്യത്തിൽ വളരെ പോകാൻ എൻ്റെ കാര്യം ആ സ്റ്റൈലൊന്നും എനിക്ക് കിട്ടില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ഒരു പാട്ട് രൂപത്തിൽ പറയാൻ പോവുകയാണ്. ഇവിടെ വെച്ച് പ്രത്യേകിച്ച് കോഴിക്കോടിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറ്റിച്ചിറയിൽ വെച്ച് ധീരനായ കുഞ്ഞാലിമരക്കാരെ വാർഷികത്തോടനുബന്ധിച്ച് E.T. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയ ഈ ആദരവ്, ഇതൊരു വല്ലാത്ത വെറുതെ ഒരു മുഖസ്തുതി പറഞ്ഞ് തള്ളുന്നല്ല, ഇതൊരു മനസ്സ് കൊള്ളിക്കാൻ പറ്റിയ ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ് എൻ്റെ. അത് നിങ്ങളടുത്തും ഞാൻ പറഞ്ഞറിയിക്കുകയാണ്. ഇതൊരു സത്യം തന്നെയാണ്. ധാരാളം ഈ ആദരവുകളും അവാർഡുകളും കിട്ടിയ ഒരാളാണ്. എന്നാലും അതല്ല, ഇതിനെച്ചാൽ ശരിക്കും പാട്ട് ആസ്വാദനം നിലനിർത്തിയും ഇവിടെ ഈ കൂടിയ ആൾക്കാരെല്ലാം ഈ പെട്ടതിന് മാപ്പിളപ്പാട്ട്, അത് നല്ല പാട്ടുകളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഈ കൂടിയവരെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. അവരെ മുൻനിർത്തിയും കൊണ്ട് ഇങ്ങനത്തെ ഒരു ആദരവ് എനിക്ക് വാങ്ങാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമാണ്. മറ്റൊന്നെനിക്ക് പറയാനുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഇതൊരു പരമസത്യമാണ്. ഇതെൻ്റെ മുന്നിൽ 5 പേരുണ്ടെങ്കിൽ ഞാൻ അവിടെ ഈ കാലഘട്ടത്തിൽ ഓർമ്മിപ്പിക്കലാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു സത്യമാണ് ഇത്. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് മറക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരോ മറപ്പിക്കുന്നതാണ് സത്യം. അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക. വളരെ നല്ലൊരു ഒരു ഓർമ്മിപ്പിക്കലാണിത്. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോലേതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. കറുത്തിട്ടു നമ്മൾ വെളുത്തിട്ടു മാവേലും, കരുത്തേകും ചോര കൊരൊറ്റ വർണ്ണം, ഓർത്താൽ കരളിൻ തൂടിപ്പിൽ ഒരൊറ്റ ശബ്ദം. ആദം പിതാവിൻ്റെ ഹവ്വ മാതാവിൻ്റെ ആരംഭ കൺമണി മക്കൾ നമ്മൾ. സഹജർ ആരാരും അന്യന്മാരല്ല
നമ്മൾ എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോലെ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. പകയും ആസൂയയും പല ഭേദ ചിന്തയും പതിവാക്കാതോറ്റ മനസ്സുമായി നമ്മൾ പരിശുദ്ധരായാൽ ജയിച്ചു പോയി. ലോകത്തെ രാജ്യത്തിൽ പേരത്ര പൊങ്ങിടും പതിവാക്കാതോറ്റ മനസ്സുമായി നമ്മൾ പരിശുദ്ധരായാൽ ജയിച്ചു പോയി. ലോകത്തെ രാജ്യത്തിൽ പേരത്ര പൊങ്ങിടും ശോകത്തെ മാറ്റി സുഖമാരുളും വാനിൽ വേഗത്തിൽ വെള്ളി കൊടിയുയരും. എന്തെല്ലാം വർണ്ണങ്ങൾ, എന്തെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോലെതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. മാനവ സാഹോദര്യത്തിൻ്റെ, ദേശസ്നേഹത്തിൻ്റെ സുഗന്ധമാണ് ഈ ഒരൊറ്റ ഗാനത്തിലൂടെ ഈ കുറ്റിച്ചെടികൾ അദ്ദേഹം പരത്തിയിരിക്കുന്നത്. വളരെ നന്ദി ഇളമരം കരീം എന്ന മഹാഗായകൻ. പ്രിയമുള്ളവരെ, ബഹുമാന്യനായ MP വേദി വിടുകയാണ്. അദ്ദേഹത്തെ നാം ഹൃദയപൂർവ്വം യാത്രയാകുന്നു. വേദിയിൽ വളരെ പ്രഗത്ഭരായ വ്യക്തികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംഗീതം നമ്മെ കാത്തിരിക്കുന്നതുകൊണ്ട് അവർ ഒന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത്. ആശംസകളൊന്നും പറയുന്നില്ല. ആശംസകൾ നേരുന്നു അവർ NC അബൂബക്കർ, അതുപോലെ മൊയ്തീൻകുട്ടിക്ക, ശ്രീ കാനേഷ് പുനർ, ഫൈസലെല്ലാം സാന്നിധ്യമുണ്ട്. നമുക്ക് ഇനി ഒരു അനുസ്മരണ ഭാഷണമാണുള്ളത്. നമ്മളിന്ന് കൂടിയിരിക്കുന്നത് കുഞ്ഞാലി മരക്കാർ റിസർച്ച് ഫൗണ്ടേഷന്റെ പരിപാടിയിലാണ്. അതുകൊണ്ട് തന്നെ മരക്കാരെ അനുസ്മരിച്ചുകൊണ്ട് ഡോക്ടർ PP അബ്ദുൾ റസാഖ് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു അനുസ്മരണ ഭാഷണത്തിനായി. ബഹുമാനനായ അധ്യക്ഷൻ എവറസ്റ്റ് ഹനീഫക്ക, മുഖ്യാതിഥി ബഹുമാനായ MP ET മുഹമ്മദ് ബഷീർക്ക, വേദിയിലും സദസ്സിലുമായിട്ടുള്ള മുഴുവൻ പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഒരു സാമ്രാജ്യത്വ ശക്തിക്കെതിരായിട്ട് 1 നൂറ്റാണ്ട് നീണ്ട ഒരു സമരത്തിന് നേതൃത്വം കൊടുത്ത കുഞ്ഞാലി മരക്കാർമാരുടെ രണഭൂമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സത്യത്തിൽ ആ വലിയ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഈ കുറ്റിച്ചിറ അല്ലെങ്കിൽ ഈ പ്രദേശമടക്കമുള്ള സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ ആ രണഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്നിൽ അത് ആവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വൃത്തവും പ്രാസവും ഒക്കെ മറന്നു പോകാനും സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ നാട് ഇപ്പം കടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമ്മെല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖം അല്ലെങ്കിൽ രോഗം എന്ന് പറയുന്നത് സ്മൃതിനാശമാണ്. അംനേഷ്യ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സ്മൃതിനാശം, ഓർമ്മ നഷ്ടപ്പെടുന്ന രോഗികളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു രോഗാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മെ ചിലത് ഓർമ്മിപ്പിക്കണം എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെ അത് ഈ പറയുന്ന അക്കാദമിക തലത്തിൽ നിന്നും താഴെ ഇറങ്ങി തെരുവിലേക്ക് ചരിത്രത്തെ കൊണ്ടുവന്നുകൊണ്ട് നാട്ടുകാരെ നമ്മെ ചിലത് ഓർമ്മിപ്പിക്കണം, നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കണം എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം എവറസ്റ്റ് ഹനീഫക്ക ഇങ്ങനെ ഒരു സംരംഭത്തിന് മുതിർന്നതെന്ന് ഞാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു.
എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എറിക് ഹോബ്സ്ബാം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഖ്യാതനായ ചരിത്രകാരൻ്റെ ഒരു നിരീക്ഷണമാണ്. The younger generation of today are living in eternal present, lacking all the organic link with the common past. താൻ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ പൊതുഭൂതവുമായിട്ടുള്ള എല്ലാ സർഗബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് നിതാന്തമായ വർത്തമാനത്തിലാണ് പുതിയ തലമുറ ജീവിക്കുന്നത് എന്ന്. നമ്മളെല്ലാം നിതാന്തമായ വർത്തമാനത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് പണ്ട് ഇയാൾ പാടിയില്ലേ, അൺബോൺ ടുമാറോസ് ഡേഡേസ് വൈ ഫ്രെറ്റ് അബൌട്ട് ദം ഇഫ് ടുഡേ ബി സ്വീറ്റ്. ജനിക്കാത്ത നാളുകളെക്കുറിച്ച്, മരിച്ച ഇന്നലകളെക്കുറിച്ച് നീ എന്തിനെ വ്യാകുലപ്പെടണം, ഇന്ന് മധുരതരമാണെങ്കിൽ എന്നെ ഉമർ കയ്യാൻ പണ്ട് പാടിയ അതേ അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മധുരതരമായ ഇന്നലെ ജീവിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഇന്നലകളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ധാരണയില്ല. ആഗോളീകരണത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. ആഗോളീകരണം എന്ന് പറയുന്നത് നവസാമ്രാജ്യത്വത്തിൻ്റെ മൂലധന ശക്തികളുടെ ഏറ്റവും വലിയ കടന്നുകയറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞാലി മരക്കാർമാർ 500 വർഷം മുമ്പ് ഈ പറയുന്ന പീരങ്കിയൊക്കെ ആയിട്ടായിരുന്നു സാമ്രാജ്യത്വത്തിനെതിരായിട്ട് പോരാടിയതെങ്കിൽ ഇന്ന് നമുക്ക് പോരാടാനുള്ളത് നമ്മുടെ മറവിക്കെതിരെ ഓർമ്മ കൊണ്ടുള്ള ഒരു യുദ്ധമാണ്. അപ്പം മറവിക്കെതിരായിട്ട് ഓർമ്മ കൊണ്ടുള്ള ഒരു യുദ്ധമാണ് നമ്മളിവിടെ ഈ തെരുവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് 500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന, നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള കൊളോണിയലിസമാണ്, അധിനിവേശമാണ്, നവ അധിനിവേശമാണ്, നവ സാമ്രാജ്യത്വമാണ്. പക്ഷെ അതിനെതിരെ പോരാടാനും പ്രതിരോധിക്കാനുമുള്ള ഊർജം സംഭരിക്കേണ്ടത് പഴയ യഥാർത്ഥ സാമ്രാജ്യത്വം, അതായത് പോർച്ചുഗീസ് സാമ്രാജ്യത്വം 500 വർഷങ്ങൾക്ക് മുമ്പ് ആ സാമ്രാജ്യത്വം ഇവിടെ അടിത്തറ പാകിയ അതേ നിമിഷം തന്നെ അധിനിവേശ വിരുദ്ധ സമരത്തിൻ്റെ ഒരു പാരമ്പര്യം, ഒരു നൈരന്തര്യം തുടങ്ങിവെച്ച കുഞ്ഞാലി മരക്കാർമാരിൽ നിന്നാണ് എന്ന് നമ്മൾ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു, ഇന്നത്തെ സുദിനം ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ ഈ നേരത്തെ ഇ.ടി. മുഹമ്മദ് ബഷീറും പറയുന്നുണ്ടായിരുന്നു, ചരിത്രം എത്രമേൽ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ചരിത്ര മേഖലയിലെ പ്രധാനപ്പെട്ട ചരിത്രകാരി റൊമില്ല താപ്പറുടെ ഒരു നിരീക്ഷണമുണ്ട്. ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ അവർ നിരീക്ഷിച്ചൊരു കാര്യം, കഴിഞ്ഞ 50 വർഷമായിട്ട് 47 ശേഷം ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിലൂടെ വികിരണം ചെയ്യപ്പെട്ട ഇന്ത്യ ചരിത്രമാണ് ഗുജറാത്ത് കലാപത്തിന് 2002 മണ്ണൊരുക്കിയത്. അല്ലാതെ കലാപം നടന്ന കൊല്ലമല്ല, അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുള്ള മണ്ണൊരുക്കൽ നടന്നിട്ടുണ്ട് ചരിത്ര പാഠങ്ങളിലൂടെയെന്ന്. ഇപ്പൊ ചരിത്രം എത്രമേൽ അപകടകരമായ ഒരു വിഷയമാണ് എന്ന് നിരീക്ഷണം റോമില്ല താപ്പർ നടക്കുന്നുണ്ട്. അത് എത്രമേൽ ശരിയാണ് എന്ന് നമുക്ക് ബോധ്യം വന്നത് ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്ത ബാബു ബജ്രംഗി എന്ന് പറയുന്ന VHPയുടെ നേതാവ്, ആ കലാപത്തിന് തൃശൂലമേന്തി നേതൃത്വം കൊടുത്ത അദ്ദേഹം ഒരു ചാനലിനോട് പറഞ്ഞത്, ഈ കലാപത്തിൽ ശത്രുക്കളെ ഇങ്ങനെ കൊന്നൊടുക്കുമ്പോൾ എന്നിൽ റാണ പ്രതാപ് ആവേശിച്ചു എന്നാണ്. റാണ പ്രതാപ് എന്ന് പറയുന്ന അന്ന് മധ്യകാലഘട്ടത്തിൽ, മുഗൾ കാലഘട്ടത്തിൽ മുഗൾ സുൽത്താൻമാർക്കെതിരായിട്ട് പോരാടിയ ഒരു രജപുത്ര രാജാവാണ്. അപ്പൊ അദ്ദേഹത്തിൽ ഈ പറയുന്ന 2002 ആവേശിച്ചിട്ട് അദ്ദേഹത്തോട് ചെയ്തതിന് പ്രതികാരം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി എന്ന് ബാബു ബജ്രംഗി പറയുമ്പോൾ അദ്ദേഹം ഏത് ചരിത്രത്തിൽ നിന്നാണ് ആവേശം ഉൾക്കൊണ്ടത് എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടുത്തെ സംഘാടകർ പറഞ്ഞ പോലെ ഈ ചരിത്രത്തിലെ യഥാർത്ഥ ഇന്ത്യയുടെ ചരിത്രം, യഥാർത്ഥ കേരളത്തിന്റെ ചരിത്രം, ആ ചരിത്രത്തിലെ അധിനിവേശ വിരുദ്ധ പാരമ്പര്യത്തെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ, ഈ കുഞ്ഞാലി മരക്കാർമാരുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ തുടങ്ങുകയാണ്. ഞാൻ ചെറുപ്പത്തിൽ, എൻ്റെ വളരെ ചെറുപ്പത്തിൽ 70കളിലാണ് എൻ്റെ ബാല്യം. ആ സമയത്ത് എൻ്റെ വാപ്പ ഈ കോൽക്കളിയുടെ വലിയ ഇഷ്ടക്കാരനായിരുന്നു. അങ്ങനെ കോൽക്കളി എന്നെ ഈ മുതിർന്നവരുടെ കൂട്ടത്തിൽ കോൽക്കളി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോൽക്കളിയിലെ ഒരു പ്രധാനപ്പെട്ട പാട്ട്, ഈ വലിയ ആൾക്കാരുടെ കൂടെ ചെറിയ ഉയരം കുറഞ്ഞ ഞാൻ പലപ്പോഴും ആ ഉയരക്കുറവ് കാരണം പലപ്പോഴും കോലിൻ്റെ അടി ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഇതിനിടയിൽ ഈ ഇടയ്ക്ക് ഈ ദ്രുതചലനമൊക്കെ കഴിഞ്ഞിട്ട് വളരെ ലളിതമായ
ഈ അത്രയൊന്നും ഈ ദ്രുതഗതിയിലല്ലാത്തൊരു പാട്ടുണ്ട്. കൊക്കൊക്കെ പറന്ന് പോയി പുഞ്ചപ്പാടം തന്നിൽ നിന്നും കൊത്തിയിട്ടും പെറുക്കിയിട്ടും തിന്നുന്ന കൊക്കെ. ഐസൊലേറ്റിലൊക്കെ അവിടെ ഉണ്ടോ ഫോയില്? കൊത്തിയിട്ടും പെറുക്കിയിട്ടും തിന്നുന്ന കൊക്കെ. വെള്ളക്കൊക്ക് പറയുന്നു തവിട്ടു കൊക്കവനോട് കരുവരക്കുരു തന്റെ വരവ് കണ്ടു. കോട്ടക്കൽ കുഞ്ഞാലിയും മച്ചഞ്ചേരി ഗുരുക്കളും ഒരു ഉണ്ട മരുന്നുമായി വരുന്നു കൊക്കെ. എന്നിട്ടിങ്ങനെ അടിക്കുകയാണ് ചെയ്യുക. അപ്പം കോട്ടക്കൽ കുഞ്ഞാലിയും മച്ചഞ്ചേരി ഗുരുക്കളും ഒരു ഉണ്ട മരുന്നുമായി വരുന്നു കൊക്കെ എന്നാണ് എൻ്റെ ബാല്യത്തിൽ ഞാൻ കേട്ട ആദ്യത്തെ കുഞ്ഞാലിമരക്കാർ സ്മരണ എന്ന് പറയുന്നത്. പക്ഷെ ആ പാട്ടന്ന് പാടിയപ്പോഴും എനിക്കതിൻ്റെ അർത്ഥമൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ചരിത്ര ഗവേഷണ മേഖലയിലൊക്കെ എത്തിപ്പെട്ടതിന് ശേഷമാണ് ഇത് അങ്ങനത്തെ ഒരു പാട്ടല്ലല്ലോ, ഈ പാട്ടിന്റെ പിന്നിൽ കുറെ പൊരുളുകളുണ്ടല്ലോ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പൊ ഇവിടെ ഈ വെള്ളക്കൊക്ക് പറയുന്നു തവിട്ടുകൊക്ക് അവനോട്. ആരാ ഈ വെള്ളക്കൊക്ക്? അല്ലെങ്കിൽ ഈ കൊത്തിയിട്ടും പെറുക്കിയിട്ടും തിന്നുന്നതൊക്കെ എത്ര നല്ല ഇമേജറിയാണ്, ബിംബങ്ങളാണ് കവി ഉപയോഗിച്ചിട്ടുള്ളത് നോക്കുക. അതായത് ഈ കൊക്കുകളുടെ പല കളറിലുള്ള കൊക്കുകൾ പരസ്പരം തിന്നുന്നതിനിടയിൽ കൊത്തി ആട്ടുന്നുമുണ്ട്. അപ്പൊ ഈ വെള്ളക്കൊക്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും തവിട്ടുകൊക്ക് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുമാണ്. ആ പോരാട്ടം നടക്കുന്ന 18ാം നൂറ്റാണ്ടിനെ കുറിച്ചാണ് ഈ പടപ്പാട്ടിൽ പറയുന്നത്. മാത്രമല്ല മച്ചഞ്ചേരി ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ മഞ്ചേരി അത്തംഗുരുക്കളാണ്. കോട്ടക്കൽ കുഞ്ഞാലിയും ഇവർക്കെതിരായി മരുന്നുമായിട്ട് വെടിമരുന്നുമായിട്ട് പോരാട്ടത്തിന്റെ ഒരു സന്ദേശമാണ് ആ പാട്ടിലൂടെ നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് വർഷങ്ങളെടുത്തു എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു വാമൊഴി വടക്കം എന്ന് പറയുന്നത് ഈ വടക്കൻ പാട്ടാണ്. കോട്ടക്കലോമന കുഞ്ഞാലിക്ക് നായരും തീയരും ഒന്നുപോലെ. ഇതിന്റെ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് ഈ പറയുന്ന തച്ചോളി ഉദയനുമായിട്ടുള്ള ഒരുപാട് കഥാസന്ദർഭങ്ങളിൽ കുഞ്ഞാലിമരക്കാർ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ കാവിൽ ഭഗവതി പൊന്നമ്മയ്ക്ക് മക്കളെ മക്കളും മക്കളാണ്, മരക്കാരെ മക്കളും മക്കളാണ്. ഇവിടെ കുഞ്ഞാലി മരക്കാരുടെ മക്കളും മക്കളെ മക്കൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അപ്പം ഈ തരത്തില് കാവിലമ്മ എന്ന് പറയുന്നത് ലോകനാർക്കാവാണ്. വടകര ലോകനാർക്കാവിലെ പ്രതിഷ്ഠയായിട്ടുള്ള അമ്മയ്ക്ക് ഇവരെല്ലാവരും ഒന്നുപോലെയാണെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മുടെ കവി പാടി വെച്ചിട്ടുള്ള നമ്മുടെ ബഹുസ്വരതയുടെ ഏറ്റവും നല്ല ഒരു ലക്ഷണം കൂടിയായിരുന്നു നമ്മളിവിടെ പ്രതിപാദിക്കുന്ന കുഞ്ഞാലി മരക്കാർമാർ എന്ന് കാണാം. അതുപോലെ തന്നെ ഒരുപാട് ഈ പറയുന്ന രീതിയിലുള്ള ഒരുപാട് പുരാവൃത്തങ്ങൾ, അതുപോലെ തന്നെ പാട്ടുകൾ. രാമൻതള്ളി മാല എന്ന് പറഞ്ഞ് അങ്ങ് രാമൻതള്ളിയിൽ കാസർഗോഡ് ജില്ലയില്, അതുപോലെ തന്നെ ഇങ്ങ് മണത്തല തൃശ്ശൂരിനടുത്ത് കോട്ടുപള്ളിമാല തുടങ്ങിയിട്ടുള്ള ഒരുപാട് കുഞ്ഞു മരക്കാർ, ഷഹീദ് മാല, ഇങ്ങനെ ഒരുപാട് മാലപ്പാട്ടുകളിലൂടെയൊക്കെ ഈ പോരാട്ടത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ ഓർക്കേണ്ട വലിയൊരു പോരാട്ടമാണ്. 1498 മെയ് 20 നമ്മുടെ കോഴിക്കോട് ഗാമയുടെ കപ്പൽ എന്ന് പേരിട്ട് പി കുഞ്ഞിരാമൻ നായരുടെ ഒരു കവിത തന്നെ. അപ്പൊ ആ കവിതയില് അട്ടകന്റെ ആകൃതി എന്നാണ് ഈ ഗാമയുടെ ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിനെ അദ്ദേഹം പറഞ്ഞു. 1943 ഇവിടെ വലിയൊരു സാമ്രാജ്യത്വ വിരുദ്ധ സമരം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടി ഈ കവിതയെ നിങ്ങൾ കാണേണ്ടതുണ്ട്. ഗാമയുടെ കപ്പൽ എന്ന് പറയുന്നത്. ആ ഗാമയുടെ കപ്പലിൽ പറയുന്നത് അട്ടയുടെ ആകൃതിയാണ്. നിങ്ങൾ ശരിക്കും അന്നത്തെ പത്തേമാര് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അട്ട നല്ല കേരളത്തിന്റെ ചുടുരക്തം കുടിച്ച് വയറ് വീർത്ത അട്ട രണ്ട് ഭാഗം ഇങ്ങനെ ചുരുണ്ടി വരും. അങ്ങനെ തന്നെയായിരുന്നു പത്തേമാരിയുടെ രൂപം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ പത്തേമാരിയിൽ ഗാമ വന്നത് 1498 മെയ് 20 അപ്പോൾ ഈ ഗാമ തന്ന സമ്മാനങ്ങളും ഗാമയുടെ നല്ല വാക്കുകളിലും വീണ് നമ്മുടെ സാമൂതിരി അവർക്ക് ഇരിക്കാൻ ഇടം കൊടുത്തത് മുതലാണ് കേരളം കത്തിക്കരിയാൻ തുടങ്ങിയത് എന്നുകൂടി ആ കവിതയിൽ പി കുഞ്ഞിരാമൻ നായർ പറയുന്നുണ്ട്. എന്തായാലും 1498 മെയ് 20 ആരംഭിച്ചിട്ടുള്ള ഒരു അധിനിവേശത്തിന്റെ 500 വർഷങ്ങൾ
നമ്മൾ കഴിഞ്ഞ 500 വർഷങ്ങൾ നോക്കിയാൽ 1498 മെയ് 20 ആരംഭിച്ചിട്ടുള്ള അധിനിവേശം. പക്ഷേ ആ 500 വർഷങ്ങൾ ചെറുത്തുനിൽപ്പിന്റെയും 500 വർഷങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ 1507 മുതൽ തന്നെ 1498 പോർച്ചുഗീസുകാർ വന്ന് വാസ്കോഡ ഗാമ വന്നതെങ്കിൽ 1507 മുതൽ തന്നെ ഈ പറയുന്ന ഒരു നൂറ്റാണ്ട് 1507 മുതൽ 1600 വരെയുള്ള ഏതാണ്ട് ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന ഒരു നൂറ്റാണ്ട് യുദ്ധം ഇവിടെ നടത്തിക്കൊണ്ടുപോയത് ഇത്രയും വലിയ ഒരു യൂറോപ്യൻ ശക്തിയെ ഒറ്റക്ക് നേരിട്ടത് ഈ കുഞ്ഞാലിമാർ എന്ന് പറയുന്ന കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്ന നമ്മുടെ സാമൂതിരിയുടെ നാവികപ്പടയാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് 300-400 പേര് തുഴയുന്ന പത്തേമാരിയിലാണ് 4 പത്തേമാരിയിലാണ് ഇവർ വരുന്നത്. 400 പേരൊക്കെ തുഴയുന്ന ഒരു പത്തേമാരി എത്ര വലുപ്പം ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള ഈ യൂറോപ്യൻ കപ്പലുകളോട് ഏറ്റുമുട്ടുന്നത് ഈ കൊതുമ്പ് വെള്ളം വലുപ്പമുള്ള ചെറിയ തോണിയിൽ പോയിട്ടാണ്. ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്ന ഒരു ടാക്ടിക്സിലൂടെ. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ നേവി അതേ ടാക്ടിക്സ്, കുഞ്ഞാലി ടാക്ടിക്സ് എന്ന പേരിൽ ഇന്ന് നമ്മുടെ നേവി അതേ ടാക്ടിക്സ് ഉപയോഗിക്കുന്നുണ്ട് നാവിക മേഖലയിൽ എന്നാണ് പറയുന്നത്. ആ രീതിയിൽ കുഞ്ഞാലിമാരെന്ന് പറയുന്നത് കുഞ്ഞാലി 1, 2 നേരത്തോടെ പറഞ്ഞു. കൂടുതലായിട്ട് കുഞ്ഞാലിമാരെ കുറിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. 1, 2, 3, 4 കുഞ്ഞാലിമാരാണ് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. അതിൽ 3, 4 കുഞ്ഞാലിമാരാണ് ഒരുപക്ഷെ ഈ നാവിക മേഖലയിൽ ഇത്ര വലിയ രീതിയിലുള്ള പുതിയ കാൽവെപ്പുകൾ നടത്തി ഇത്രയും വലിയ ഒരു ശക്തിമത്തായിട്ടുള്ള ഒരു നാവികപ്പട, അതായത് ആഗോള അടിസ്ഥാനത്തിൽ സമുദ്രങ്ങളുടെ ജേതാവായി നിലനിൽക്കുന്ന ഒരു വലിയ യൂറോപ്യൻ ശക്തിക്കെതിരായിട്ട് നമ്മുടെ ഈ ചെറിയ പ്രദേശത്ത് പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കുഞ്ഞാലിമാർ നടത്തി. ആ കുഞ്ഞാലിമാരുടെ പോരാട്ടത്തിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലേക്ക് വന്ന യൂറോപ്യൻ ശക്തികൾ ഒരുപാടുണ്ട് അല്ലേ. പോർച്ചുഗീസുകാരിൽ നിന്ന് ആരംഭിക്കുന്നു, പക്ഷേ ഡച്ചുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, ഇംഗ്ലീഷുകാരുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും മാന്യത വെടിഞ്ഞ, ഒട്ടും മാന്യതയില്ലാത്ത, ഒട്ടും സംസ്കാരമില്ലാത്ത ഒരു വിഭാഗമായിരുന്നു പോർച്ചുഗീസ്. അത്ര ഭീകരമായിട്ടുള്ള ക്രൂരതയുടെ വാക്താക്കളായി. അപ്പൊ നമ്മുടെ വില്യം ലോഗൻ പറയുന്നത് മനുഷ്യരൂപമുള്ള പിശാച് എന്നാണ് വാസ്കോഡ ഗാമയെ പറയുന്നത്. വില്യം ലോഗൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ, നമ്മുടെ ഇവിടുത്തെ ഗവർണറായിരുന്ന, ഇവിടുത്തെ കലക്ടറായിരുന്ന 1880-കളിൽ ഇവിടെ ഉണ്ടായിരുന്ന, കോഴിക്കോട് ഉണ്ടായിരുന്ന വില്യം ലോഗൻ പറയുന്നത് മനുഷ്യരൂപമുള്ള പിശാച് എന്നാണ്. അപ്പൊ ആ പിശാചുക്കൾ എന്തൊക്കെ രീതിയിൽ ഇവിടെയുള്ള എല്ലാ സമുദായത്തോടും, അവരുടെ സ്വന്തം സമുദായമായിട്ടുള്ള കേരളത്തിൽ ഒരുപക്ഷെ AD 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനികളുണ്ട്, സുറിയാനി ക്രിസ്ത്യാനികൾ, അവരോട് പോലും ഏറ്റവും അസഹിഷ്ണുതയുടെ ഒരു സമീപനമായിരുന്നു ഈ പോർച്ചുഗീസ്. അതുകൊണ്ടാണല്ലോ നമുക്ക് 1599 ഉദയം പേരൂർ സുന്നഹദോസ് എന്ന് പറയുന്ന ഒരു സമ്മേളനം നടക്കുകയും അതിലൂടെ ഇവിടുത്തെ തദ്ദേശീയ ക്രിസ്ത്യാനികളുടെ എല്ലാ ആരാധനാ പുസ്തകങ്ങളും ചുട്ടരിക്കുകയും ചെയ്തത് പോർച്ചുഗീസുകാരാണ്. 1551 കൂനൻ കുരിശ് പ്രതിജ്ഞ നടത്തുന്നുണ്ട് ഇവിടുത്തെ തദ്ദേശീയ ക്രിസ്ത്യാനികൾ. ഈ പറയുന്ന പോർച്ചുഗീസുകാരുടെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഞങ്ങൾ പോകില്ലെന്നും, ഞങ്ങൾ പാത്രിയാർക്കീസ് ബാവയോടായിരിക്കും ഞങ്ങളുടെ കൂറെന്ന് പ്രഖ്യാപിച്ച് ഒരു വലിയ കയറ് കെട്ടിയിട്ട്, കുരിശിന്റെ മുകളിൽ കയറ് കെട്ടിയിട്ട് ആ കയറ് വലിച്ചു പിടിച്ചിട്ട് പ്രതിജ്ഞ നടത്തിയപ്പോൾ ഇത്രയും വലിയൊരു കുരിശ് വളഞ്ഞ് കൂനൻ കുരിശായി എന്നുള്ള 1551 1650. ഇതൊക്കെ പോർച്ചുഗീസുകാരുടെ നയത്തിന്റെ വൈകല്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിങ്ങളോട് പ്രത്യേകമായിട്ടുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികളാണ് ഈ ഈസ്റ്റേൺ കച്ചവടത്തിന്റെ, ഈ പറയുന്ന ഈ ഇന്ത്യയുമായിട്ടും അതുപോലെ തന്നെ ഈസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവടത്തിന്റെ കുത്തക അവരിൽ നിന്ന് പിടിച്ചെടുക്കുക. അതുപോലെ തന്നെ കുരിശ് യുദ്ധാനന്തരം യൂറോപ്പിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്ന എല്ലാ രീതിയിലുള്ള മതവിദ്വേഷത്തിന്റെ വാക്താക്കൾ കൂടിയായിരുന്നു പോർച്ചുഗീസുകാർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ അസഹിഷ്ണുത അവർ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചത് ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള കച്ചവടക്കാരോടായിരുന്നു. ഈ പോർച്ചുഗീസ് കൊളോണിയലിസത്തെ കുറിച്ച്, സാമ്രാജ്യത്വത്തെ കുറിച്ച് നമുക്ക് ആഗോള തലത്തിൽ തന്നെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ട് ആ പഠനങ്ങളൊക്കെ എത്ര ഭീകരമായിട്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം, ഒരു പ്രദേശമുണ്ട് നമ്മുടെ നാട്ടിൽ, സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞ ലാറ്റിൻ അമേരിക്ക. അവർക്ക് അവരുടെ സ്വന്തം ഭാഷ പോലും ഇല്ലാതെയായി. ലാറ്റിൻ അമേരിക്ക എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഈ പോർച്ചുഗീസ്, സ്പാനിഷ് ഭാഷകളാണ് സ്വന്തം ഭാഷകൾക്ക് പകരം അവരെ അടിച്ചേൽപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, യെസ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ രീതിയിൽ
കേരളത്തിലെ ഇവരും തുടങ്ങി വെച്ചിട്ടുള്ള ഈ 4 കുഞ്ഞാലിമാരുടെ നേതൃത്വത്തിൽ 1 നൂറ്റാണ്ട് നീണ്ട ഒരു വലിയ പോരാട്ടം ഇവിടെ നടക്കുന്നുണ്ട്. ആ പോരാട്ടം നടക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണ് മലബാറിൽ ഇത്തരത്തിലുള്ള എവിടെ നിന്നാണ് അവർക്ക് ഈ അഗ്നി കിട്ടിയിട്ടുള്ളത്? ചുരുക്കാം. അപ്പം ഈ പോരാട്ടത്തിന്റെ ഒരു നൈരന്തര്യം നിങ്ങൾക്ക് 1503 മുതൽ 1947 ബ്രിട്ടീഷ് കാലഘട്ടത്തിലും തുടരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പടപ്പാട്ടുകൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ്. തഹ്രീദ് അഹ്ലുൽ ഈമാൻ, തുഫത്തുൽ മുജാഹിദീൻ, ഫത്തുൽ മുബീൻ എന്ന് പറയുന്ന കോഴിക്കോട്ടെ കാസി രചിച്ചിട്ടുള്ള ഒരു കാവ്യം നിങ്ങൾക്ക് സുപരിചിതമാണ്. ഇതേ കാലഘട്ടത്തിൽ 16-ാം നൂറ്റാണ്ടിൽ അതിൽ അദ്ദേഹം പറയുന്നത് ഇസ്ലാം മതത്തിനും ഹിന്ദു ധർമ്മത്തിനും വേണ്ടി ഒരുപോലെ പോരാടിയിടും സാമൂതിരി തന്റെ യുദ്ധകഥകൾക്കും സാമൂതിരിക്കായി സദാ പ്രാർത്ഥിച്ചിടും ഹിന്ദുവായുള്ള ഒരു രാജാവിനെ കണ്ടുപഠിക്കുവിൻ സുൽത്താൻമാരെ എന്നാണ്. അപ്പൊ ഈ സുൽത്താൻമാര് ആദിൽ ഷായൊക്കെ കൂടൊക്കെ പറയുകയാണ്, നിങ്ങൾ ഇവിടുത്തെ സാമൂതിരി രാജാവ് ഈ മുസ്ലിങ്ങളെ സഹായിക്കാൻ പോർച്ചുഗീസുകാർക്കെതിരായിട്ട് മുസ്ലിങ്ങളെ സഹായിക്കാൻ രംഗത്ത് വന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ധാരാളം പടപ്പാട്ടുകൾ 100 ചില്ലാനം പടപ്പാട്ടുകളുണ്ട്. 1947 അവസാനത്തെ പടപ്പാട്ട് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്നിരൂപത്തൊന്നിൽ നമ്മളിൽ മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോടെ എതിർത്തു നല്ല മട്ടില് ഏറെ നാട്ടിലെ ധീരമക്കള് ചോര ചിന്തിയ നാട്ടില് ചീരിടും പീരങ്കികൾക്ക് മാറുകാട്ടിയ നാട്ടില് കോഴി കൊത്തും പോലെ അന്ന് ബാപ്പമാർ കോഴിക്കോടിനപ്പുറം പോരുതിയ മൂത്താത്വമാർ മഞ്ചേരി നിന്നഞ്ചാറ് മൈല് ദൂരവേ മൂങ്ങത്തില് സഞ്ചാരികൾക്ക് കാണുമാറാകുമേ നീരത്തില് ചത്തുപോയ ഹിച്ചുകോക്ക് സാഹിബിന്റെ സ്മാരകം ചാത്തനെ കുടിവെച്ച പോലെ ആബലാലിൻ സ്മാരകം ഞങ്ങളുടെ നെഞ്ചിലാണ് ആ കല്ലു നാട്ടി വെച്ചത് ഞങ്ങളുടെ കൂട്ടരെയാണ് ആ സുവറ് കൊന്നത് രാജ്യസ്നേഹം വീറുപാകിയ ധീരരുണ്ടി നാട്ടില് രക്ഷവേണെങ്കിലും മണ്ടി കോട്ടവർ ഇംഗ്ലണ്ടില്. നന്ദി, നമസ്കാരം. ഏറെ പഠനാർഹമായ ഒരു പ്രഭാഷണം കുഞ്ഞാലിമരക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയ ഭാഷണത്തിന് നന്ദി PP അബ്ദുൾ റസാഖ് ഡോക്ടർ. നമ്മുടെ മുഖ്യാതിഥി കുറ്റിച്ചിലയുടെ ഓമനപുത്രൻ കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട MLA ഡോക്ടർ MK മുനിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എളിയ മനോഹരമായ വാക്കുകളിലേക്ക് നമുക്ക് കാത്തിരിക്കാം. സാദരം ക്ഷണിക്കുന്നു ഡോക്ടർ MK മുനിയൻ. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ എവറസ്റ്റ് ഹനീഫ സാഹിബ്, പ്രിയപ്പെട്ട അബൂബക്കർ മാസ്റ്റർ, പ്രിയപ്പെട്ട കെ മൊയ്തീൻകോയ സാഹിബ്, നമ്മളിന്ന് ആദരവ് നൽകുന്ന എരഞ്ഞോളി മൂസ സാഹിബ്, പ്രിയപ്പെട്ട ഡോക്ടർ അബ്ദുൾ റസാഖ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുഞ്ഞാലിമരക്കാർ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ കുഞ്ഞാലി മരക്കാരുടെ 417-ാം ജന്മദിനാചരണവും അതോടനുബന്ധിച്ച് ഇന്ന് ഒരു പുസ്തകം പ്രകാശിപ്പിക്കപ്പെടുകയാണ്. ഇന്നില്ലേ? അതിനു പുറമെ നമ്മുടെ ഏവരുടെയും മനസ്സിൽ ഒരുപാട് ഇശലുകൾ നൽകിയിട്ടുള്ള
എരഞ്ഞോളി മൂസയ്ക്ക് നമ്മൾ ആദരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യമായി എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്താൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ വേദിയിൽ കനേഷ് പൂനൂര് ഉണ്ട്, അതുപോലെ തന്നെ ഫൈസൽ എലൈറ്റിൽ ഉണ്ട്, അഷ്റഫുണ്ട്. ഒരു വലിയ സംഘം തന്നെ ഇവിടെ NC അബൂബക്കർ സാഹിബ് അടക്കം വലിയൊരു നിര തന്നെ ഇവിടെയുണ്ട്. അപ്പം ഇതിന് ശേഷം ഗാനമേള ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കാരണം സാഹിബ് എത്തിയാണ്. അപ്പം എല്ലാം തികഞ്ഞു. അപ്പം ഞാനിനി അധികം പറയുന്നത് ശരിയല്ല. കുഞ്ഞാലി മരക്കാന്മാരെ കുറിച്ച് കോഴിക്കോട് നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നത് തന്നെ അധിക പ്രസംഗമാകും. സാമൂതിരിയും കുഞ്ഞാലി മരക്കാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പിന്നീട് പോർച്ചുഗീസുകാർ ഇവിടെ വന്നിറങ്ങിയപ്പോൾ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ചും സാമൂതിരി രാജാക്കന്മാരുടെ നാവിക പടയുടെ തലവന്മാരായി എന്നും കുഞ്ഞാലി മരക്കാന്മാരുണ്ടായിട്ടുണ്ട്. അതൊരു മഹാചരിത്രമാണ്. ഇന്നും ആ സൗഹൃദം ഈ കോഴിക്കോടിൻ്റെ തീരങ്ങളിൽ അതുപോലെ തന്നെ ഗ്രാമാന്തരങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ആ കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു കുഞ്ഞാലിമരക്കാരുടേതല്ല, ധാരാളം മരക്കാന്മാരുടെ ചരിത്രം കൂടിയാണ്. അതിൽ കുഞ്ഞാലി മരക്കാർ സാമൂതിരിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളും പിന്നീട് ആ കുഞ്ഞാലി മരക്കാരെ കൊലപ്പെടുത്തിയതും ഈ രാജ്യത്തോടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി മരക്കാന്മാർ നടത്തിയിട്ടുള്ള പോരാട്ടവുമൊക്കെ ചരിത്രമാണ്. ഇന്നും ലിസ്ബണിൽ, പോർച്ചുഗലിൽ ഈ കൊച്ചു കേരളത്തെക്കുറിച്ചുള്ള ഒരു കാവ്യം ഏറ്റവും വലിയ ദുഃഖകാവ്യമായി അല്ലെങ്കിൽ ഒരു കഥനകാവ്യമായി പാടി നടക്കുന്ന ഒരു കാവ്യമുണ്ട്. ആ കാവ്യ സമാഹാരത്തിൻ്റെ പേര് ആയിഷ എന്നാണ്. അത് തിക്കോടിക്കടുത്ത് അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നൊരു പെൺകുട്ടിയായിരുന്നു ആയിഷ എന്നാണ് പറയപ്പെടുന്നത്. വെള്ളിയാംകല്ല് പാറയിൽ ആയിഷയെ അന്നത്തെ പോർച്ചുഗീസ് പടയാളികൾ ബലാത്കാരമായി പിടിച്ചു കൊണ്ടുപോയി അവിടെ വച്ച് മാനഭംഗപ്പെടുത്തി കൊല ചെയ്ത് ശരീരം തുണ്ടം തുണ്ടമാക്കി കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് കഥ. ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ലിസ്ബൺ സർവകലാശാലയിൽ നിന്ന് ക്രിസ്റ്റീന എന്ന് പറയുന്നൊരു പെൺകുട്ടി ഇവിടെ വരികയും അവർ ഈ തിക്കോടിയെക്കുറിച്ചും തിക്കോടി ഗ്രാമത്തെക്കുറിച്ചും വെള്ളിയാംകല്ല് പാറയെക്കുറിച്ചും ആയിഷയെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ ആർക്കും അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് അന്ന് ഈ ബലാത്കാരം നടത്തുന്നതിനിടയിൽ പോർച്ചുഗലിലെ ഒരു പടയാളി അതിനെ ചെറുത്തു. അതിൻ്റെ പേരിൽ കൂടെയുള്ള മറ്റ് പടയാളികൾ, പട്ടാളക്കാർ, പോർച്ചുഗീസുകാർ അവനെ ചങ്ങലയിൽ ബന്ധിച്ച് ലിസ്ബണിലേക്ക് തന്നെ നാടുകടത്തി. നാടുകടത്തല്ല, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചയച്ചു. പക്ഷെ അവിടെ ചെന്ന് അയാൾ രചിച്ചിട്ടുള്ള കാവ്യമാണ് ആയിഷ എന്ന് പറയുന്ന കാവ്യം. ഇന്നും നമ്മളൊക്കെ വെള്ളിയാംകല്ല് പാറ എന്ന് പറയുന്ന ആ പാറയെക്കുറിച്ച് ലിസ്ബണിൽ അവർ വിളിച്ചിരിക്കുന്ന പേര്
സാക്രിഫൈസ് റോക്ക് എന്നാണ്. ജീവത്യാഗം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജീവാർപ്പണം ചെയ്തിട്ടുള്ള ഒരാളെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാറയായിട്ടാണ് സാക്രിഫൈസ് റോക്ക് എന്ന പേരിലാണ് ലിസ്ബണിൽ വെള്ളിയാംകല്ല് പാറ അറിയപ്പെടുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് കുഞ്ഞാലി മരക്കാരുടെ കാലഘട്ടമായിരുന്നു. ഈ ബലാത്കാരം ചെയ്ത് തിരിച്ച് കരയിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ പോർച്ചുഗീസ് കാപാലികന്മാരെയും കുഞ്ഞാലി മരക്കാർ വെട്ടി, അതുപോലെ തന്നെ എങ്ങനെ ആയിഷയെ നുറുക്കിയോ അതുപോലെ വെട്ടി നുറുക്കി എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം ചരിത്രങ്ങൾ ഇനിയും കുഞ്ഞാലി മരക്കാരെക്കുറിച്ചും കുഞ്ഞാലി മരക്കാരൻ്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ ഇനിയും ധാരാളമായി ഇറങ്ങാൻ ബാക്കി നിൽക്കുകയാണ്. നമുക്ക് അങ്ങനെയുള്ള ധാരാളം രോമാഞ്ചജനകമായിട്ടുള്ള കാര്യങ്ങൾ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു മഹാചരിത്രമായി കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം എന്നും നിലനിൽക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ മുഹൂർത്തത്തിൽ കുഞ്ഞാലി മരക്കാർ ഫൗണ്ടേഷൻ നടത്തിയിട്ടുള്ള ഈ പരിപാടിക്ക് ഭാവുകങ്ങൾ നേരുന്നു. അതിനോടൊപ്പം എരഞ്ഞോളി മൂസക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ എരഞ്ഞോളി മൂസക്ക എന്താണ് എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം. ധാരാളം ദുരിതങ്ങൾ അനുഭവിച്ച, ധാരാളം അനുഭവങ്ങളുള്ള, ധാരാളം ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുള്ള, അങ്ങനെ ഒക്കെ പല വഴികളും താണ്ടി ഇന്ന് മലയാളി മനസ്സിന് അകത്ത് ഒരു നടൻ കൂടിയായിട്ടുള്ള അദ്ദേഹം. ഗസൽ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, ഗ്രാമഫോൺ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഈ ഒരു വലിയ ആകാരത്തോടു കൂടിയുള്ള മൂസക്കയെ ഓർമ്മ വരും. അദ്ദേഹം അതിലെ ഒരു അഭിനേതാവ് കൂടിയായിരുന്നു. ഇനിയും ധാരാളം അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയും മൂസക്കയിൽ നിന്നും മനോഹരമായിട്ടുള്ള ധാരാളം പാട്ടുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും ഇന്നും നമ്മുടെ മനസ്സിൽ ചിലതൊക്കെ തേങ്ങലായിട്ടും ചിലതൊക്കെ ആനന്ദമായിട്ടും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആയുരാരോഗ്യം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. നന്ദി ഡോക്ടർ M.K. മണിയർ. ഇനി നമ്മൾ മൂസക്കയുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി കാതോർക്കുകയാണ്. ഈ വേദി കുഞ്ഞാലി മരക്കാർ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഈ 417-ാം ജന്മദിനാഘോഷം ഇവിടെ ഔപചാരിക ചടങ്ങുകൾ പൂർത്തിയാക്കുകയാണ്. ശേഷം എരഞ്ഞോളി മൂസക്കയുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ M.A. ഗഫൂർ നൈറ്റ് ആണ് നമ്മൾ ഇനി ആസ്വദിക്കാൻ പോകുന്നത്. For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page, BTV Malayalam.